ഇരിങ്ങാലക്കുടയ്ക്ക് വന്നിരിക്കുകയാണ്. ഇത് 1975 മോഡല് ബുള്ളറ്റാണ്. സുന്ദരിയായ അമ്മ, അമ്മാമെന്നും പറയാം. എനിക്ക് സരിതേനെ കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല, അജുവിനെ കണ്ടേ പറ്റൂ. പേര് സുജിത്ത്. സുജിത്ത് എന്നാണ് പേര്, പക്ഷെ ഉണ്ണിക്കുട്ടൻ എന്നാണ് വിളിക്കുക. ഒരു ഹോബി ആയിട്ട് തുടങ്ങിയതാണോ? എത്ര വർഷമായി ഉണ്ടാവും ഇതിങ്ങനെ ചെയ്ത് തുടങ്ങിയിട്ട്? ഞാൻ എന്റെ കുഞ്ഞിലെ തൊട്ട് ചെടി തുടങ്ങിയിട്ടുണ്ട്. സൂര്യകാന്തി പോലത്തെ അല്ലേ? ഇത് കാക്ടസിൽ വെട്ടത്. പിന്നെ ഇനി ഇതില് ചകിരീരെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കും. കുറച്ച് ഇത്ര ഉള്ളു അല്ലേ കഴിഞ്ഞ പരിപാടി? ഇത് പക്ഷെ ഡയറക്റ്റ് ആയിട്ട് കഴിക്കാൻ പറ്റില്ലല്ലോ. തങ്കം പോലുള്ളൊരമ്മ. പ്രിയപ്പെട്ടവരെ നമസ്കാരം. നമ്മള് ഇരിങ്ങാലക്കുടയ്ക്ക് വന്നിരിക്കുകയാണ്. വന്ന വീട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഭയങ്കര പ്രത്യേകതയുള്ള വീടാണ്. അപ്പോൾ ഈ വീട് എന്തുകൊണ്ട് എടുക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് ഭയങ്കര പ്രത്യേകതകളുണ്ട്. നമ്മൾ കുറേ നാൾ മുമ്പ് ഒരു 80 വയസ്സോളം പ്രായമുള്ള ഒരു പൂന്തോട്ട കാവൽക്കാരനായ ഒരു ഉദ്യാനപാലകന്റെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉദ്യാനപാലകൻ ഉണ്ടാകുമ്പോൾ ഒരു ഉദ്യാനപാലകി ഉണ്ടാവുമല്ലോ. ഇത് 78 വയസ്സായിട്ടുള്ള ആളിന് കേട്ടോ. അതേ അവിടെ ഇരിക്കുന്നുണ്ട്. അവനെടുത്തോളൂ. ജഗ്ഗുവാണ് കേട്ടോ ക്യാമറമാൻ ഇന്നത്തെ. ഇതാണ് 78 വയസ്സുള്ള അമ്മ, സുന്ദരിയായ അമ്മ, അമ്മാമെന്നും പറയാം. മൈക്ക് വെച്ചുതരാം. ഈ വീടിന്റെ പേര് ഗോകുലം. അല്ല, ഞങ്ങളുടെ തറവാടും പേര് കാഞ്ഞിരപ്പറമ്പിൽ. വീടിന് പേരിട്ടേക്കണത് ഗോകുലം. ഗോകുലം നവമിണ്ട്. ഓർക്കിഡ് നഴ്സറി അങ്ങനെ എന്തോ. ഗോകുലം ഓർക്കിഡ്സ്. ഇതിന്റെ പേര് ഗോകുലം ഓർക്കിഡ്സ് ആൻഡ് ഗാർഡൻ പ്ലാന്റ്സ്. നഴ്സറിയില് ഇവിടെ ഓർക്കിഡുകളാണ് നിറയെ ഉള്ളത് കേട്ടോ. ഏറ്റവും കൂടുതൽ ഓർക്കിഡാണ്. വേറെ കുറേ ടൈപ്പ് ചെടികളുണ്ട്. പക്ഷെ ചേട്ടൻ ഇവിടെ ആകർഷിച്ചത് ഇതാണ്. നമ്മളെ ആകർഷിച്ച ഓർക്കിഡല്ല, നമ്മളെ ആകർഷിച്ചത് ഇത് 1975 മോഡല് ബുള്ളറ്റാണ്. 1975 49 വയസ്സ് പ്രായമുള്ള ബുള്ളറ്റാണ്. ഒറ്റ സീറ്റാക്കി പ്ലേറ്റിങ്ങും എല്ലാ വർക്കും കഴിച്ച് കാണാൻ തന്നെ വന്നപ്പോ കണ്ടതല്ലേ. ഞാന് ആര് വന്നാലും പൂക്കളും ചെടികളും നോക്കാറില്ല. ആണുങ്ങളായിട്ട് അമ്മ പറയാണ്, ആണുങ്ങളായിട്ട് വരുന്നവരൊക്കെ ഇതിന്റെ ചുറ്റും നടക്കുന്നു. അപ്പൊ ഇതിന് മുന്നേ അമ്മയുടെ മരുമകളുടെ അച്ഛന്റെ വണ്ടിയാണ്. മരുമകളുടെ അച്ഛന്റെ വണ്ടിയാണ്. ഇപ്പൊ എന്റെ പേരക്കുട്ടി പേരക്കുട്ടിയാണ് ഇപ്പൊ ഇത് കൊണ്ട് നടക്കുന്നത്. ഒറ്റ സീറ്റാക്കി മാറ്റിയത് മാത്രം. ഇതിന് മുന്നേ ഒരെണ്ണം ഉണ്ടായിരുന്നു. 1960 മോഡൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു അല്ലേ ഒരെണ്ണം. അത് പിന്നെ അത് കൈവിട്ട് പോയിന്ന്. അപ്പോൾ നമ്മൾ ബുള്ളറ്റിന്റെ കാര്യം പറയാനല്ല മെയിനായിട്ട് വന്നിട്ടുള്ളത്. നമുക്ക് അതിനു മുന്നേ വേറൊരു ആൾക്കാരെ കാണിച്ചു തരാം. നമ്മളിവിടുത്തെ പൂക്കള്, ചെടികള്, അങ്ങനെ ഇവിടെയുള്ള കുറേ നമ്മളെ ആകർഷിക്കുന്ന കുറേ ഘടകങ്ങളുണ്ട് ഈ വീട്ടില്. അതൊക്കെ കാണുന്നതിലും മുന്നേ നമ്മളിവിടെ ഒരാളെ കാണാനോ. നമസ്കാരം. ഒരാള് ബാക്കിലേക്ക് മാറി നിൽക്കുന്നുണ്ട്. ഇയാളെ ഓർമ്മയുണ്ടോ ഈ മുഖം? നമ്മൾ എത്ര നാളായിണ്ടോ ചേട്ടാ കൊല്ലത്തേക്ക് പോയിട്ട് വീഡിയോ എടുത്തിട്ട്? 5-6 മാസം മുമ്പ് നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആളെ ഓർമ്മയില്ലെങ്കിലും ആളുടെ അച്ഛൻ്റെ പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഓർമ്മ വരും. കഥാപ്രസംഗ മാന്ത്രികൻ ശ്രീ സാംബശിവൻ അല്ലേ? നമ്മൾ പോയിട്ടുണ്ടായിരുന്നു കൊല്ലത്തെ വീട്. അവരുടെ വീട്ടിൽ പോയി ഇവർ നമുക്ക് നല്ല വിഭവസമൃദ്ധമായ ഫുഡൊക്കെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ആൽവിൻ വീട് ഇൻറ്റീരിയർ ചെയ്തതൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ ആളുടെ ഭാര്യ വീടാണിത്. രേണു ചേച്ചീനെ നമ്മൾ കണ്ടില്ലേ, ഉണ്ണിയേട്ടൻ്റെ ഭാര്യനെ കണ്ടില്ലേ? അപ്പോൾ രേണു ചേച്ചിയുടെ വീടാണിത്. രേണു ചേച്ചിയുടെ അമ്മയാണ് ഈ ഇരിക്കുന്ന ആള്. ഇപ്പം ഈ വീടുമായിട്ട് എങ്ങനെയാണ് നമുക്ക് ബന്ധം വന്നേ, കണക്ഷൻ വന്നേന്ന് മനസ്സിലായില്ലേ? ഞങ്ങൾ എങ്ങനെ ഇവിടെ എത്തിപ്പെട്ടു എന്ന്. അപ്പം അന്ന് നമ്മൾ അവിടെ വെച്ചിട്ട് വീഡിയോ കോൾ ചെയ്തിട്ട് അമ്മയുടെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അജുവിനെ എനിക്ക് ഭയങ്കര ഇഷ്ടം. എനിക്ക് സരിതേനെ കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല, എനിക്ക് അജുവിനെ കണ്ടേ പറ്റൂ, നിങ്ങളിവിടെ ഇരിഞ്ഞാലക്കുടയ്ക്ക് വരണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെയാണ് ഞങ്ങൾ വന്നപ്പോഴും ആൻറ്റി പറഞ്ഞത് അത് തന്നെയാണ്. എനിക്ക് സരിതേനെ കാണാണ്ട്, എനിക്ക് അജുവിനെ കണ്ടാൽ മതി. ഞങ്ങളെ കണ്ട വശം പറഞ്ഞു. അപ്പം അങ്ങനെ ഞങ്ങൾ വന്നു, ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. അപ്പം ഇനി നമുക്ക് ഇവിടെയുള്ളവരെ പരിചയപ്പെടാം കേട്ടാ. ഇത് രേണു ചേച്ചിയുടെ ആങ്ങളെയാണ്. പേര് സുജിത്ത്. സുജിത്ത് എന്നാണ് പേര്, പക്ഷെ ഉണ്ണിക്കുട്ടൻ എന്നാണ് വിളിക്കുക. മോന് ഓമന പേര് വല്ലതുണ്ടാ? അച്ഛനെ എപ്പോഴും ഉണ്ണിക്കുട്ടെന്ന് വിളിക്കും അല്ലേ?
ആര് അന്ന അത് അമ്മയും പിന്നെ വേറെ പരിചയക്കാർ മാത്രമാണ് പണ്ട് പഴയ പേര്. എനിക്ക് ആ പേര് ഇഷ്ടമില്ല. ഉണ്ണിയാലും കുഴപ്പമില്ല, കുട്ടനായാലും കുഴപ്പമില്ല. ഉണ്ണിക്കുട്ടൻ വേണ്ട. ശരിയല്ലേ? ഈ സുജിത്ത് ചേട്ടൻ, ഞാൻ ഉണ്ണിക്കുട്ടൻ ചേട്ടൻ എന്ന് വിളിക്കുള്ളൂ ചേട്ടാ, എനിക്ക് എന്തോ പോലെ തോന്നാം. സുജിത്തേട്ടൻ എന്ന് വിളിക്കാം. സുജിത്തേട്ടന്റെ ഭാര്യ ഇവിടെ ഉണ്ട്. ചേച്ചിയുടെ പേര് സിന്ധു. സിന്ധു എന്നാണ് പേര്. ഇവിടെ അടുത്ത് തന്നെ വീട് അല്ലേ? കൊടുങ്ങല്ലൂര്. ഇതാണ് ഈ ചേട്ടന്റെ മോൻ. ഒരേ ഒരു മകൻ ആദിത്യ. ആദി എന്ന് വിളിക്കും. ആദിയാണ് ഈ ചെടികളൊക്കെ ശുശ്രൂഷിക്കുന്നത്. അല്ല, ബുള്ളറ്റിനെ ശുശ്രൂഷിക്കുന്നത് അല്ലേ? ചെടികൾ നോക്കാറുണ്ടോ? ചെടികളെ പറ്റി വല്ലത് അറിയോ? അതെ. ചെടികളുടെ പേരുകൾ അറിയോ? ഇവിടെ ചെടികളുടെ പേരുകൾ അറിയോ? ചിലതൊക്കെ നനയ്ക്കാൻ എന്തിനെങ്കിലും സഹായിക്കാറുണ്ടോ? ഓ അല്ലേ. അപ്പൊ ആദ്യം എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് ജോലി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ജോലി കിട്ടിയോ? ജോലി കിട്ടിയില്ലേ? ജോയിൻ ചെയ്തിട്ടില്ലേ? അടുത്ത മാസം ചെയ്യണം. അപ്പൊ അങ്ങനെ രേണു ചേച്ചി ഇവിടെ വന്നു. സുന്ദരിയായിട്ട് വന്നിട്ടുണ്ട് രേണു ചേച്ചി. ഇപ്പൊ ഓർമ്മ വന്നില്ലേ? അപ്പൊ രേണു ചേച്ചിയുടെ വീടാണിത്. ഇവര് ഒരുമിച്ച് പഠിച്ചു. അങ്ങനെയാണ് കൊല്ലവും ഇരിഞ്ഞാലക്കുടയും തമ്മിൽ ബന്ധം വന്നത് അല്ലേ? ഏത് മെഡിക്കൽ കോളേജിലായിരുന്നു പഠിച്ചേ? ബാംഗ്ലൂര്. അപ്പോ ഡോക്ടറുടെ ജൂനിയർ ആയിരുന്നു ചേച്ചി അല്ലേ? അപ്പോ ഇവിടെ 32 സെന്റ് സ്ഥലത്താണ് ഈ വീട് നിൽക്കുന്നത്. ഏതാണ്ട് ഈ വീട് ഒഴിച്ച് ബാക്കി ഫ്രണ്ടിൽ കാണുന്ന ഈ സ്ഥലം പിന്നെ ബാക്കിലേക്കുള്ള സ്ഥലത്ത് മൊത്തം ഇതുപോലെ ചെടികളാ. ഗോകുലം എന്നാണ് ഈ വീടിന്റെ പേര്. ഈ ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ചെടികളുടെ വിൽപ്പനയുണ്ട്. ഗോകുലം ഓർക്കിഡ്സ് ആൻഡ് ഗാർഡൻ പ്ലാന്റ്സ്. അതാണ് ഈ നഴ്സറിയുടെ പേര്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ മെയിനായിട്ട് ഓർക്കിഡുകളാണ്. അപ്പോൾ കുറച്ച് നാൾ മുൻപ് വരെ ഇതെല്ലാതും ചെയ്തിരുന്നത് നനയ്ക്കണത്, ഇതിനെ ഈ എന്താ പറയാ ആന്റിയാണ് ചെയ്തുകൊണ്ടിരുന്നത്. എന്നിട്ട് എനിക്ക് സുഖമില്ലാണ്ടായിപ്പോ ജോലിക്കാരുണ്ട്. ഇപ്പൊ 2 പേരുണ്ട്. പിന്നെ മരുമകളും ഒക്കെ നനയ്ക്കാനും ഒക്കെ കൂടും. അങ്ങനെയാണ് കേട്ടാ. അപ്പൊ നമുക്ക് ഈ പൂക്കളൊക്കെ കാണാം. ഭയങ്കര ഭംഗിയാണ് കേട്ടോ കാണാൻ ഈ പൂക്കള്. ഇത് വിരിഞ്ഞു കഴിഞ്ഞാൽ എത്ര നാള് നിൽക്കും? ചിലത് 3 മാസം നിൽക്കും, ചിലത് വളരെ കുറച്ച് നിൽക്കും. 3 മാസം വരെ നിൽക്കും. 3 മാസം നിൽക്കുന്നതുകൊണ്ട് 6 മാസം. ഒരു വലിയ മഞ്ഞ ഉണ്ടല്ലോ, അത് ഏകദേശം മുട്ടിട്ട് തുടങ്ങിയിട്ട് ഒരു 6 മാസം കഴിഞ്ഞിട്ടാ പോകും. പക്ഷെ കൊല്ലത്തിൽ ഒരു പ്രാവശ്യം അങ്ങനെ. ബാക്കി 6 മാസം വെറുതെ നിൽക്കും. പക്ഷെ പൂവിട്ട 6 മാസം അങ്ങനെ നിൽക്കും അല്ലേ? ഇതൊക്കെ 3 മാസത്തോളം നിൽക്കുന്നു. ഇതൊക്കെ ഓർക്കിഡ് അല്ലേ? എല്ലാത്തിന്റെയും പേരൊന്നും അതെല്ലാത്തിനും പേരുണ്ട്. എനിക്കല്ലാണ്ട് ഓർമ്മയിലൊന്നും പറയാൻ പറ്റില്ല. ഭയങ്കര ഓർമ്മക്കുറവല്ലേ? ഡെൻ വേണ്ട. ഡെൻ എന്ന് പറയുന്നത് ഇതിന്റെ കോമൺ പേരാണ്. പേരാണ് എയർ ടു ടോൺ മിക്സ്. അങ്ങനെയൊക്കെ പേരുണ്ടല്ലേ? കോമൺ ആയിട്ട് പറയുമ്പോ ഓർക്കിഡ് എന്ന് പറയാം. ഇത് കോമൺ ഡെൻഡ്രോബിൻ. ഇതൊക്കെ ഡെൻഡ്രോബിയാണ്. ഇതിന്റെ പേര് വീനസ് എന്നാണ് ടീന്റെ പേര്. നല്ല ഭംഗിയുണ്ട്. വീനസ് ഇതിന്റെ പേര്. ഇപ്പൊ ഇതൊക്കെ വിൽക്കാനായിട്ടുള്ളതാണോ? ഇതിങ്ങനെ വാങ്ങിക്കൊണ്ടു ആളുകള്? അങ്ങനെ തന്നെ വാങ്ങിക്കൊണ്ടുപോകും. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് ചിലപ്പോ ബാക്കി വരും. അപ്പൊ പൂ പോയാൽ പിന്നെ അത്ര ചെലവുണ്ടാവില്ല. അപ്പൊ നമ്മള് അത് റിപ്പോർട്ട് ചെയ്യും വലിയ പാത്രത്തിൽ. ഇതിന് മണ്ണ് വേണ്ട അല്ലേ? മണ്ണ് വേണ്ട. ഇവരിപ്പോ ഇതിൽ വെച്ചിക്കണത് നമ്മള് വെക്കുമ്പോ ഇത് എടുത്ത് കളയും. അത് പിന്നെ കരിയും ഓടും, കുറച്ച് ഓടിടും. അത് കുറ്റിയിട്ട് കൊടുക്കും. അതിലേ ആ കുറ്റി ഉറക്കാനായിട്ട് ഒരു കുറച്ച് ഓട് അത് കാണിച്ചു കൊടുക്കാം. എങ്ങനെ ചെയ്യണേന്ന് കാണിച്ചു തരാട്ടാ. ഇതോ ഉള്ളിച്ചെടി ലില്ലി. ഇത് അങ്ങനെ മെലസ്റ്റോമ. വൈലറ്റ് പൂക്കൾ ഉണ്ടായിട്ട് ഇതിന് നല്ല വെയിൽ വേണം തോന്നുന്നു. നല്ല വെയിൽ വേണം. ഇപ്പൊ ഞങ്ങള് ഉത്സവമായപ്പോ അങ്ങനെ എടുത്തു വെച്ചതാ. ഇത് പിന്നെ നമ്മുടെ അഗ്ലോണിമ, നീലാംബരി. ഇത് കൊടുക്കോ? അത് ശരിയാക്കി വെച്ചിട്ട് അങ്ങനെ കൊടുക്കും. അതിനും ആളുകൾ വരും. എല്ലാത്തിനും ആളുകൾ വരും. അല്ല, ഇത് നമുക്ക് വേണം നമ്മുടെ ഫ്രണ്ടിലത്തെ കുളത്തിൽ. ആദ്യം % ഒക്കെ വെള്ളയാണോ വേണ്ടേ? ഏതായാലും കുഴപ്പമില്ല. ഇവിടെയൊക്കെ പൂടാൻ പോണുള്ളൂ അല്ലേ? അവരൊക്കെ പൂടാൻ പോണുള്ളൂ. ഇത് ചെറുതൈക്കൾ കൊണ്ടുവന്നിട്ട് നമ്മള് വെച്ചിട്ടുള്ളത്. അതിന് ഇതിന്ന് ആൾക്കാർക്ക് കൊടുക്കും നമ്മള്. വലുതാവുമ്പോ അതിനനുസരിച്ച് വില. ചെറുതില് ചെറിയ വില. അങ്ങനെ എല്ലാത്തിന്റെ പേരുകളും നമ്പറും ഒക്കെ എഴുതിയിട്ടുണ്ട്. ഇതിൽ മുഴുവൻ നമ്പറാ. ഒരു ഹോബി ആയിട്ട് തുടങ്ങിയതാണോ? എത്ര വർഷമായി ഉണ്ടാവും ഇതിങ്ങനെ ചെയ്ത് തുടങ്ങിയിട്ട്? കല്യാണം കഴിഞ്ഞ് വന്നപ്പോട്ട്? ഞാൻ എന്റെ കുഞ്ഞിലെ തൊട്ട് ചെടി തുടങ്ങിയിട്ടുണ്ട്. 7 വയസ്സൊക്കെ ഉള്ളപ്പോഴും ഞാൻ ചെടി വെച്ച്, പിന്നെ ചെടി വെട്ടി നിർത്തി ഭംഗിയാക്കല് അതൊക്കെ ചെയ്തിരുന്നു. പക്ഷെ ഇത് ഒരു 22 കൊല്ലായി
ആ ഇതിന്റെ ഉള്ളിക്കാണ് പൂവിക്കൽ, ആദ്യം പൂവിക്കലായിരുന്നു. ആ പിന്നെ ഒരു പാർട്ടി വന്നിട്ട് മനോരമയില് ഫീച്ചർ ചെയ്യുന്ന ആള് വന്നിട്ട് ഫീച്ചർ ചെയ്യാൻ വേണ്ടിട്ട് എടുത്തു. അപ്പൊ കണ്ടമാനം ആൾക്കാർ ചെടിക്ക് വന്നു. എനിക്കറിയില്ലായിരുന്നു അങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. ആള് പറഞ്ഞു തിരക്കുണ്ടാവൂട്ടാന്ന്. ചെടി മേടിക്കാൻ കണ്ടമാനം ആൾക്കാർ. അപ്പോഴാണ് നഴ്സറി ആക്കിയത്. എന്തുകൊണ്ട് ഇതിനെ ഒരു നമ്മളുടെ ആ പാഷനെ തന്നെ ഒരു ബിസിനസ് ആക്കി കൂടാന്ന് ചിന്തിച്ചു അല്ലേ? നമുക്ക് ഇഷ്ടമുള്ള കാര്യം നമ്മ ഭംഗിക്ക് വേണ്ടിട്ട് വെച്ചതാ. റോസപ്പൂക്കളും ഉണ്ട്. റോസപ്പൂക്കള് റോസ ചെടികളും കൊടുക്കണ്ടാ? റോസച്ചെടികള് ഭംഗിക്ക് വെച്ചിട്ടുള്ളതാ. വേറെ ചെടി നാടൻ ചെടികൾ വേറെ കൊടുക്കണൊക്കെ ഉണ്ട് കേട്ടാ. റോസ് മാത്രം കുറച്ചുള്ളൂ, അതുകൊണ്ട് കുറച്ച് ഭംഗിക്ക് ഇങ്ങനെ വെച്ചേക്ക. ഇത് PVC പൈപ്പുകൾ കണക്ട് ചെയ്തിട്ട് ഇങ്ങനെ മരത്തിന്റെ ചില്ല പോലെയൊക്കെ ആക്കിയിട്ട് ചെയ്തേക്കാണല്ലേ? നെറ്റ് ചുറ്റി ചകിരി വേണം. ഇതില് കുറച്ച് കാണാനില്ല അല്ലെ? ഇതിന്റെ ഉള്ളില് കാണാം. ഇതിൽ ചകിരി ഉണ്ട്. ആ ചകിരിയുടെ മുകളില് നെറ്റ് ചുറ്റിട്ട് പിന്നെ നെറ്റ് കൊണ്ട് തന്നെ അപ്പൊ ആന്തൂറിയം ചെയ്തിട്ടില്ല, ഓർക്കിഡ് മാത്രം. 1000 കട ആന്തൂറിയം ഉണ്ടായിരുന്നു. പിന്നെ അത് പൂ വിൽക്കാനാണ്. പക്ഷെ പൂവിന് നമുക്ക് ഭയങ്കര കഷ്ടപ്പാടായി. പൂവ് തുടയ്ക്കണം, മുറയിലിട്ട് ക്ലിപ്പ് ചെയ്യണം, പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ചാലക്കുടിയിൽ കൊണ്ടു കൊടുക്കണം. അതിനൊക്കെ ബുദ്ധിമുട്ടായപ്പോ പിന്നെ പൈസ കിട്ടും, ചെയ്യാനായിട്ടൊരു ബുദ്ധിമുട്ട്. ഞങ്ങൾ മുഴുവനും വിറ്റ് തീർത്തു. അത് ചെടിയോടെ ചട്ടിയോടെ വിറ്റ് തീർത്തു. 1000 കട ഉണ്ടായിരുന്നു. ബാക്കിയുള്ള ചെടികളെ അപേക്ഷിച്ചിട്ട് എനിക്ക് ഇത് നല്ല താല്പര്യമുള്ളവർക്ക് എന്നത് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ? കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേന്ന് പറഞ്ഞപ്പോ ചട്ടിയിൽ മണ്ണ് നിറച്ച് കുഴിച്ചിട്ടാ മതി. പക്ഷെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മൾ അതില് ഇതിന് വെട്ടേണ്ട പണിയൊന്നുമില്ല. 2 കൊല്ലൊക്കെ ചെല്ലുമ്പോ 2 കൊല്ലൊക്കെ കഴിഞ്ഞിട്ട് റിപ്പോർട്ട് ചെയ്താൽ മതി. ഇപ്പൊ ഇതിന്റെ ഒക്കെ ഇങ്ങനെ ഈ കൊമ്പ് പോലെയുള്ള വരുന്നത് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ വെക്കുക ചെയ്യാ അടുത്തേക്ക്. ഈ കൊമ്പൊന്നും കാര്യമില്ല. കൊമ്പ് പുതുതായിട്ട് വരുന്ന ഇളകളില്ലേ, അതാണ് അതിന്റെ തായ്. അത് നമ്മള് അടർത്തില്ല. അതാ മൊത്തം മാറ്റുമ്പോഴേ അതിനെ അടർത്തുള്ളൂ. പുതിയ ഷൂട്ട് എത്ര നാളായി ഇതിങ്ങനെ സെറ്റ് ചെയ്തിട്ട്? ഇത് സെറ്റ് ചെയ്തിട്ടൊരു കുറച്ച് കൊല്ലായി ഉണ്ടാവും. 10 കൊല്ലം. 10 കൊല്ലായിണ്ട് ഇത്. 10 കൊല്ലം. എന്താ വെച്ചാൽ എൻ്റെ ഓർമ്മ ഇങ്ങനെ ഹസ്ബൻഡ് മരിച്ചതിന് ശേഷമാണ് ഇത് ചെയ്തിട്ടുള്ളത്. അത് കാരണം ഉണ്ടായിരുന്നു. ഈ മരം ഞാൻ ചെയ്തത് അതിന് ശേഷമാണ് എൻ്റെ ഓർമ്മ. ആന്റിയുടെ ഹസ്ബൻഡ് സിലോണിലായിരുന്നു. അപ്പൊ പിള്ളേരൊക്കെ പഠിക്കാൻ മുന്നൊക്കെ പോകുമ്പോ അങ്ങനെ വെറുതെ ഇരിക്കുമ്പോഴാവൂല്ലേ? ഇതിനോട് ഭയങ്കര ഇഷ്ടമാണല്ലോ, ചെടികളോട് ഭയങ്കര ഇഷ്ടമാണ്. ഈ ടൈപ്പ് ഇതിനെന്താ പറയാ, അഡീനിയം എന്ന് പറഞ്ഞ ടൈപ്പ്. ഇതിന് നല്ല വെയിലല്ലേ? നല്ല വെയില് വേണ്ട ഇതിന്, നനവധികം വേണ്ട. നല്ല ചൂടാ. ഇതിപ്പോ ഞങ്ങള് ഈ ഓർക്കിഡ് ഇത് പിടിപ്പിച്ചപ്പോഴേ നെറ്റ് കെട്ടിയത്, അല്ലെങ്കിൽ നെറ്റ് കെട്ടില്ല. പുതിയതായിട്ട് ദേ ഇവിടെ നെറ്റൊക്കെ കെട്ടിട്ട് പിടിപ്പിച്ചിട്ടുണ്ട്. ഇതുമേ ഉണ്ടായിരുന്നു. അത് അഴിച്ചു മാറ്റി വേറെ വെച്ചതാണ്. കുറെ കൊല്ലായത്, ഇതൊരു 6-7 കൊല്ലായതായിരുന്നു ഇത് മെറ്റ. അപ്പൊ വല്ലാണ്ടൊരു ഭംഗി കുറവാക്കി. അപ്പൊ അത് കുറച്ച് അഴിച്ചു മാറ്റിയിട്ട് ചെറിയ തൈകൾ അത്രയാണ് പറയുന്നത്. അത്രയും കാലം കഴിഞ്ഞിട്ട് മാറ്റിയാ മതി. പിന്നെ ഇവിടെ നാടൻ ചെത്തികളൊക്കെ ഉണ്ട് കേട്ടാ. കനകാംബരം ഒന്നും ആരും ഇങ്ങനെ ചട്ടിയിൽ വെച്ച് കണ്ടിട്ടില്ല. അയ്യോ, ഇത് ഇങ്ങനെ പൊക്കം വെക്കാത്ത കനകാംബരം. അതെ അല്ലേ? ഇതെന്താണ്? മുക്കാറ. ഈ ചെടിയുടെ പേര് മുക്കാറ, ഓർക്കിഡിന്റെ മുക്കാറ. അതുപോലത്തെ പൂവ്. ഇതാണ് 6 മാസത്തോളം നിക്കുന്നു പറഞ്ഞത് അല്ലേ? അല്ല, ഇത് 6 മാസം നിൽക്കണല്ല. 6 മാസം നിൽക്കണെന്ന് പറഞ്ഞാൽ ആ ചെറിയതിന് അത് കൊലയിട്ടുണ്ടാവണത്, കൊല നീണ്ടത്. ഇത് 6 മാസം നിൽക്കില്ല. ചിലത് 2 മാസം നിൽക്കും. ഇതും അതേപോലെ തന്നെ ഈ ഓട്ടുമുറിയും കരിക്കട്ടകളും തന്നെയാണല്ലേ ഇട്ട് കൊടുത്തത്? അത് നമ്മൾ വെട്ടിയിട്ട് തലപ്പ് ഇങ്ങനെ വെച്ച് ഉണ്ടാക്കുന്നുണ്ട്. എന്നിട്ട് ഇളപ്പ് വരുന്ന നോക്കിയാ ഇളവരും വേറെ ഇപ്പുറത്തുണ്ട് ഇളപ്പ്. ഇതിന്റെ വേര് മതിലുമലിക്കൊക്കെ പോയിട്ട് ഇങ്ങനെ പറ്റി പിടിച്ച് നടക്കുന്നുണ്ട് അല്ലേ? ഈ ചെടിയുടെ പേരാണ് ഹോയ. അതിന്റെ പൂവ് കണ്ട? ഇതിന്റെ പല കളേഴ്സ് ഉണ്ട്. ഇതിങ്ങനെ പടർന്നു പോണ ടൈപ്പാണല്ലേ? ഇതിന്റെയൊക്കെ വിത്ത് തൈകളൊക്കെ എവിടെ സംഘടിപ്പിക്കുക? ആദ്യം കെട്ടി കഴിഞ്ഞാ പിന്നെ നമ്മൾ ഇത് എടുത്തുണ്ടാക്കും. അല്ല, ആദ്യം തന്നെ കിട്ടും. ആദ്യം കിട്ടിയത് ഈ ഇമ്പോർട്ട് ചെയ്യുന്നവരില്ലേ, അവരൊക്കെയാണ്. ഇതൊന്നും നമ്മുടെ ഇവിടങ്ങളിൽ ഉണ്ടാവുന്ന ടൈപ്പ് സാധനങ്ങളല്ല. ഇത് പെട്രിയ അവിടെ നോക്കണത്. ഇതൊക്കെ നാടനല്ലേ? ജറബറ അല്ല, അത് ഹൈബ്രിഡാ. അതെ. അല്ല, ഇതുപോലത്തെ പണ്ടുണ്ടായിരുന്നില്ലേ, അതിനെന്താ പറയാ, ഡാലിയ അങ്ങനത്തെ ഡാലിയരെ പോലെ പൂവല്ലേ ഉണ്ടാവണത്. ഇപ്പൊ അത് ജറബറ എന്നാണ് ഇപ്പൊ ഇതിന്റെ പേര്. സൂര്യകാന്തി പോലത്തെ അല്ലേ?
ആ ജറപറ തന്നെ. ചെറപ്പറ തന്നെ, വേറെ കളറ്. മുൻവശത്തെ ചെടികളാണ് നമ്മൾ ഇത്രയും സമയം കണ്ടത് കേട്ടാ. ഇനി ഈ സൈഡില് വീടിന്റെ ഫ്രണ്ട് ഭാഗം തന്നെ നമ്മളിങ്ങനെ ബാക്കിലേക്ക്, ഈ സൈഡിൽ കൂടെ ഇങ്ങനെ ബാക്കിലേക്ക് പോകുമ്പോ ഈ സൈഡിലും കുറെ ചെടി. ഇത് തിന്നാൻ പറ്റില്ലേ? തിന്നാൻ പറ്റില്ലേ? ഇല്ലേ? എനിക്കിതിന്റെ ഇതള് കാണുമ്പോ ഇങ്ങനെ ഒരു തിന്നാൻ പറ്റണ ഒരു പൂ പോലെ തോന്നുന്നില്ല. ഇതിന്റെ പേരെന്താ? ബിഗോണിയ. ബിഗോണിയ. അത് കാറ്റ്ലിയ. ആ, കാറ്റ്ലിയ അല്ല, ഇത് ഫെനലോപ്സിസ് കേട്ടാ. ഇതാണ് കാറ്റ്ലിയ. കാറ്റ്ലിയയുടെ പൂ അവിടെ ഉണ്ടല്ലേ. ഇതൊക്കെ ഇങ്ങനെ ചകിരി കട്ട് ചെയ്തിട്ട് ഇങ്ങനെ വെച്ചേക്കാ അല്ലേ? ചകിരി കട്ട് ചെയ്തിട്ടാണ് അതിലാണ് വെച്ചിട്ടുള്ളത് ഈ ചെടിയൊക്കെ. അയ്യോ, ഈ പൂവൊക്കെ എന്തൊരു ഭംഗിയാ. ഇതും അത്യാവശ്യം കുറെ നാള് നിക്കും തോന്നുന്നു അല്ലേ? ഇത് കുറെ നാള് നിൽക്കും. ഒരുപാട് പറഞ്ഞ പോലെ ഇല്ല. അല്ല, സാധാരണ നമ്മളുടെ നാടൻ ഇത് ആദ്യം വരുന്നത് അങ്ങനെ പോവും. അങ്ങനെയുണ്ട് ഇതിന്. ആ, ഒരുമിച്ച് ഇങ്ങനെ ഒരു കൊലയായിട്ട് ഇങ്ങനെ നിക്കില്ല അല്ലേ? കൊലയായിട്ട് നിൽക്കും. പോകുമ്പോള് ആദ്യം വിരിഞ്ഞത് പൂ. ഇതിന്റെ പേര് കാറ്റസ്. ഇതിപ്പോ പൂ ഉണ്ടാവോ? അതുമ്പോ പൂവുണ്ടാവില്ല. നിക്കൂല്ലേ? ഇതിന്റെ വർഗത്തുമ്മല് വേറെ മേലൊക്കെ പൂവുണ്ടാവും. ഇതുമ്മല് പൂവുണ്ടാവില്ല. നിക്കണ് കാണാൻ നല്ല രസമുണ്ട്. അതിന്റെ ഇടയിൽ തുമ്പിയും വെച്ചിട്ടുണ്ടല്ലോ. തന്നെ വളർന്നതാണോ? അല്ല, ഇത് പൂവാണ്. പൂവ്. തുമ്പ വെച്ചതാ. നമ്മൾ ഇതിനൊക്കെ വെച്ചാലും നമ്മുടെ നാടനി മറക്കാൻ പാടില്ലല്ലോ അല്ലേ? നാടൻ പകുതികളുണ്ട്. ആന്റി ഒന്ന് റെസ്റ്റ് എടുക്കാൻ പോയി. അത്യാവശ്യം 10 മണി ആയിട്ടുള്ള, പക്ഷെ എന്നാലും നല്ല വെയിലിന് നല്ല ചൂടുണ്ട്. അപ്പൊ ആൾക്ക് നടക്കുമ്പോ വയ്യാണ്ടാവണം. അപ്പൊ ആള് ഇരിക്കാൻ പോയി. മൈക്ക് മരുമകളെ ഏൽപ്പിച്ചുകൊണ്ട് ആളങ്ങോട്ട് പോയി. ഇനി നമുക്ക് സിന്ധു ചേച്ചി എല്ലാം പറഞ്ഞുതരും. ഇതേതാണ്? ഗോൾഡൻ കാസ്കേഡ്. അവിടെ കണ്ടു. ഈ കൊറേ കാലം നിൽക്കുന്നു. ഇത് മറ്റേ ഇത് കാക്ടസിൽ വെട്ടത്. പൂവുണ്ടാവില്ല. ഇപ്പൊ ചിലതിന് അങ്ങനെ ചെറിയൊരു ഫ്ലവർ പോലെ. ഇങ്ങനത്തെയും ഇവിടെ വിൽപ്പനയുണ്ടാ? എല്ലാം വിൽപ്പനയ്ക്കുള്ളത് തന്നെയാണ്. ഇവിടെയൊക്കെ ഇതുപോലെ കൊറേ അവിടെ കണ്ട ചെടികൾ തന്നെ ഇതൊക്കെ കൊടുക്കാൻ വേണ്ടിട്ട് ചെറിയ തൈകള്. ഇതിന്റെ ബട്ടർഫ്ലൈ. ഇത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് ജലജ എന്ന് പറഞ്ഞ ചേച്ചിയാണ് കേട്ടാ. നനയ്ക്കാനും വളമടിക്കാനും ഹെൽപ്പ് ചെയ്യുന്നതൊക്കെ ആളാണ്. എല്ലാം ആളെ ചെയ്യാം. ഇത് ഹോയ. ഹോയ അവിടെ കണ്ട ചെടിയുടെ വേറെ കളർ. ഗ്രൗണ്ട് ഓർക്കിഡ്. ഇതിന്റെ ഇത് വേറെ കംപ്ലീറ്റ്ലി വേറെ ടൈപ്പാ അല്ലേ? മണ്ണിലാണല്ലോ. മണ്ണിലാണിത്. ഇതിന്റെ പൂവ് എങ്ങനെ ഇരിക്കും? ഇതിന്റെ പൂവ് കാണിച്ചു തരാം. ഇത് ഒരു 4-5 വെറൈറ്റി ഉണ്ട്. കൊങ്ങിണിപ്പൂവ്. ഇത് മുള്ളില്ലാത്ത യൂഫോബിയ എന്ന് പറയും. അതിന് വേറൊരു പേരുണ്ട് കേട്ടോ, മറന്നു. ചേച്ചിക്ക് ഇങ്ങനെ ചെടികളോടൊക്കെ താല്പര്യം ഉണ്ട്? അതിവിടെ വന്നത് ഇതിന് ശേഷം? അല്ല, എനിക്ക് ചെടികളോട് ഇഷ്ടം. പക്ഷെ നാടൻ ചെടികളാണ് കൂടുതൽ ഇഷ്ടം ഓർക്കിഡിനേക്കാളും ഒക്കെ. ഇപ്പൊ നമ്മുടെ വീടിന്റെ ബാക്കിലേക്ക് വന്നു കേട്ടാ. വീടിന്റെ ബാക്ക് ഭാഗത്താണ് ബ്രൈഡൽ ബൊക്കെ. ഇതാണ് ഗ്രൗണ്ട് ഓർക്കിഡിന്റെ പൂവ് അല്ലേ? ഇതിന് പല കളേഴ്സ് ഉണ്ട്. ബ്രൈഡൽ ബൊക്കെ. ഇതിന്റെ പേരുകളൊക്കെ ഓർത്തിരിക്കാൻ തന്നെ ഭയങ്കര പാടാല്ലേ? നമ്മുടെ ചെത്തി ചെമ്പരത്തി ഒക്കെ എന്തൊരു സുഖ പറയാ. അതിന്റെ ഇതിന്റെ വേറെ കളറ് റെഡ്. ഇത് നല്ല ഭംഗിയുണ്ടല്ലേ? ഇങ്ങനെ പടർന്ന് കേറിട്ട് ഇതുപോലെ നിറയെ പൂക്കളുണ്ടാവില്ലേ? കോളാമ്പി പോലെ. എപ്പോഴും പൂക്കളുണ്ടാവില്ല. ഇതിന് വെയില് വേണമെന്നില്ല ശരിക്കും? വെയില് വേണം. വെയില് വേണമല്ലേ? വെയില് വേണം. അല്ല, ഇവിടെ ഈ മാവിന്റെ തണലുള്ളത് കൊണ്ട് അത്ര വെയിലില്ല. പക്ഷെ എന്നാലും പൂക്കളുണ്ട്. നാടൻ ചെടികളൊക്കെ ഈ ഭാഗത്താണ്. ഈ ഭാഗത്ത് കുറെ വെച്ചിട്ടുണ്ട്. ബോഗൺവില്ല പൂവായിട്ടില്ല അല്ലെ? പൂവായതൊക്കെ ഞങ്ങള് മുകളില് ടെറസിൽ മേലെ വെച്ചിട്ടുണ്ട് നിറയെ. ഗ്രോട്ടിൽ നോക്കുമ്പോ കാണാൻ പറ്റും. 2ാമത്തെ നിലയിൽ ഇങ്ങനെ നിറയെ വെച്ചിട്ടുണ്ട്. നിറച്ച് പൂക്കളായിട്ട് ഫ്രണ്ടിൽ കൊണ്ടുവയ്ക്കും. ഇവിടെ പൂവാൻ വേണ്ടിട്ട് വെക്കും. ഇവിടെ വെക്കും വെയിലത്ത്. അതുപോലെ തന്നെ ഇതെല്ലാം ഇവിടെ പൂവായി കഴിയുമ്പോ ഞങ്ങള് ഫ്രണ്ടിലേക്ക് കൊണ്ടുപോകും. ഇതേ നമ്മൾ ഇത് വാങ്ങിച്ചു കൊണ്ടുപോകുന്നവർ ഇത് റീപോർട്ട് ചെയ്യില്ലേ? റീപോർട്ട് ചെയ്യണത് എങ്ങനെയാണെന്നുള്ളത് നമ്മുടെ ജലജ ചേച്ചി കാണിച്ചു തരും കേട്ടാ. നമ്മുടെ ആൻറ്റി കാണിച്ചു തന്നേനെ. പക്ഷെ ആൻറ്റിക്ക് ഇപ്പോൾ കുറച്ച് സമയം നമ്മുടെ കൂടെ ഇങ്ങനെ ഇവിടെയൊക്കെ ഞങ്ങൾ വന്നപ്പോൾ തന്നെ ആൾ ഞങ്ങളുടെ കൂടെ ഇവിടെയൊക്കെ നടന്നു. ഞങ്ങൾക്കിത് കാണിച്ചു തന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിക്കൽ കഴിഞ്ഞിട്ട് പിന്നെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും ഇങ്ങനെ നടന്നപ്പോൾ അപ്പോഴേക്കും വെയിലിന് ചൂടായി. അപ്പോൾ ആൾക്ക് ഇത്തിരി ക്ഷീണമായി. അപ്പോൾ ആൾ അകത്തേക്ക് പോയി. അപ്പോൾ ജലജ ചേച്ചി കാണിച്ചു തരും നമുക്ക് ഇതെങ്ങനെയാണെന്നുള്ളത് കേട്ടാ. ഇതാണ് സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യണ സ്ഥലം അല്ലേ? ഇവിടെ എപ്പോഴും വിറകടുപ്പ് കത്തിക്കൂ? അതോ കരിക്ക് വേണ്ടിട്ടാണ്? ഞങ്ങള് കരിക്ക് വേണ്ടിട്ടും കത്തിക്കും. പിന്നെ ഞങ്ങൾക്ക് വെള്ളം ചൂടാക്കാനായിട്ടൊക്കെ ഇവിടെ അടുപ്പ് മാത്രമേ ഉള്ളൂ. വെള്ളം ചൂടാക്കാൻ നോക്കിയേ, ഇത് അടിപൊളിയായിട്ടുണ്ട്. ഇങ്ങനെ ഒരു അടുപ്പ്. കുളിക്കാനായിട്ട് വെള്ളം ചൂടാക്കണതാ? കുളിക്കാനും കുടിക്കാനുള്ള വെള്ളം തിളപ്പിക്കാനൊക്കെ ഇവിടെ. പായസം എല്ലാം ഉണ്ടാക്കുന്നത് ഈ അടുപ്പില്ല. എല്ലാവരും കൂടുമ്പോഴല്ലേ?
ഈ ടാങ്ക് ഇവിടെ മണ്ണിര കമ്പോസ്റ്റിന്റെ സംഭവമൊക്കെ ഉണ്ട് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പൊ കാരണം ഇവിടെ ഇത്രയും ചെടികൾക്ക് നന്നായിട്ട് ഈ മണ്ണിര കമ്പോസ്റ്റ് ഒക്കെ വേണ്ടി വരും. അപ്പൊ ഇവിടേക്ക് ആവശ്യമായിട്ടുള്ള ഇവിടെ തന്നെ ഉണ്ടാക്കും അല്ലേ? അതെ അതെ. അപ്പൊ അതിന് വേണ്ടിട്ട് ചവറുകളെല്ലാം ഇവിടെ കൊണ്ടിടും ഈ ഒരു കുഴിയില്. എന്നിട്ട് ഇതെല്ലാം അത് ഡീകമ്പോസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മള് അത് ഇതിലേക്ക് ആക്കും, ഈ ടാങ്കിലേക്ക്. ഈ ടാങ്കിലേക്ക് എന്നിട്ട് മണ്ണിരകള് ഇതിന്റെ ഉള്ളിലായിരിക്കും. അതിലായിരിക്കും. പിന്നെ നമ്മളത് കുറച്ച് നാൾ കഴിയുമ്പോൾ ഒരു 2 മാസം കഴിയുമ്പോൾ അത് ഡ്രൈ ആവുമല്ലോ. കഴിയുമ്പോൾ അത് കോരി നമ്മൾ അത് അരിച്ചിട്ട് കൊടുക്കും. അത് നമ്മള് കൊടുക്കണുണ്ട് അല്ലേ? നമ്മളുടെ ആവശ്യത്തിന് എടുക്കണുണ്ട്. ഈ ചവറുകളെല്ലാം ഇനി പൊടിഞ്ഞ് കുറെ നാൾ കഴിഞ്ഞ് ഇവിടെ കിടന്ന് പൊടിയുമ്പോഴാണ് ഇതിനായിരിക്കും മാറ്റുക അല്ലേ? അതെ അതെ. ഇപ്പൊ ചെടിക്ക് വരുമ്പോ ആരെങ്കിലും ഒക്കെ ചോദിച്ചു വരുമല്ലോ. ശരിയാ, കൊടുക്കും. ഇപ്പൊ ഒരുമാതിരി ചെടികൾ വിൽക്കണോടത്തൊക്കെ ഈ സൈഡിലും ഉണ്ടല്ലോ ചെടികൾ നിറയെ. കുറെ സീഡ്ലിങ്സ് ഒക്കെ ഈ ഭാഗത്തുണ്ട്. അപ്പൊ അവിടെ നിന്ന് അങ്ങനെ ആ രണ്ടാമത്തെ ടാങ്കിൽ നിന്ന് പിന്നെ കമ്പോസ്റ്റ് ആയിട്ട് മാറില്ലേ ആ വളം, അത് സ്റ്റോക്ക് ചെയ്തേക്കണ സ്ഥലമാണ് ഇട്ടത്. ഇതിന്റെ ഉള്ളിലാണ് നമ്മൾ കുറെ അരിച്ചു വെച്ചിരിക്കുകയാണ്. അവിടെ കുറെ അരിക്കാത്തതുണ്ട്. ഇത് അരിച്ചത്. അപ്പൊ അത് കണ്ടില്ലേ. ഇനി നമുക്ക് നമ്മുടെ ശരിക്കും ഇതുപോലെ ചവറൊക്കെ നമുക്ക് വളമാക്കി മാറ്റാവുന്നതുള്ളോട്ട് ചേട്ടാ കമ്പോസ്റ്റ്. ഇനി നമുക്ക് ഇത് ഇതാക്കണ കാണിക്കാട്ടാ. അപ്പൊ ഈ ഒരു കുഞ്ഞു ചട്ടിയിലുള്ളത് ഇതിനെ വലുതിലേക്ക് മാറ്റാറായി അല്ലേ? അപ്പൊ ഇനി വലുതിലേക്ക് മാറ്റാൻ പോവാണ്. കോല് വയ്ക്കും. എന്നിട്ട് ഓട്ടുമുറി ഇടും. ഉറക്കാൻ വേണ്ടിട്ട് കരിക്കട്ട കൂടുതലിടും. ഇത് ഓട്ടുമുറി ശരിക്കും ഈ ഇത് ഉറക്കാൻ വേണ്ടിട്ട് മതി. എല്ലാതും ഇടുമ്പോ ഇനി ഇതിനെ കുറച്ചിങ്ങനെ കളയും. ഇതിന്റെ വേര് ആദ്യം ഈ മരത്തിന്റെ കഷ്ണത്തുമ്പിലാണോ വെച്ചിട്ടുണ്ട്? ചകിരിയാണിത്. ചകിരി കുറച്ചും ഇങ്ങനെ വെക്കും. എന്നിട്ട് ഈ കരിക്കട്ടയിലിട്ട് ഇതിന്റെ വേരൊക്കെ പിടിക്കാനായിട്ട് മണ്ണ് വേണ്ട. പിന്നെ ഇനി ഇതില് ചകിരിയുടെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കും. മോളില് കുറച്ച് ഇതിന്റെ അടിയിൽ ചകിരി ഉണ്ടല്ലോ. ചേച്ചി ഇങ്ങനെ പഠിച്ചേ? ഇവിടുത്തെ ആന്റി പഠിപ്പിച്ചത്? ചേച്ചിയുടെ വീട് അടുത്ത കിഴുത്താണി ഇരിഞ്ഞാലോടെ ചകിരിയുടെ കഷ്ണം കുറച്ച് മുകളിൽ ഇട്ട് കൊടുക്കും. ഇത്ര ഉള്ളു അല്ലേ കഴിഞ്ഞ പരിപാടി? ഓട്ടയുള്ള ചട്ടിയായിട്ട് ഓട്ട വേണം. വെള്ളം നിൽക്കരുതല്ലോ. വേണമെങ്കിൽ ഒന്ന് പതുക്കെ കെട്ടി കൊടുക്കാം. വളഞ്ഞു പോവാതിരിക്കാനായിട്ടും സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കാനായിട്ട് കെട്ടി കൊടുക്കും വേണമെങ്കിൽ. ഇതിന് പിന്നെ വെയിലും അധികം പാടില്ല. ഇങ്ങനെ പോട്ട് ചെയ്ത് കഴിഞ്ഞാൽ തണലത്ത് വെക്കണം. പിന്നെ കുറച്ച് വലുതായി കഴിഞ്ഞാൽ പിന്നെ വെയില് കുഴപ്പമില്ല. ഇപ്പൊ ഇത് അല്ല ഇങ്ങനെ വേറെയിലേക്ക് മാറ്റി കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് പിന്നെ വെയിലത്ത് വെക്കരുത്. ഇതിന്റെ വേര് കേടിന് സ്യൂഡോമോണസ് എന്ന് പറഞ്ഞ ഒരു മരുന്നുണ്ട്. വേരിന്റെ കടക്കി ഒഴിച്ചു കൊടുക്കും. അത് ഒഴിച്ചു കൊടുത്തിട്ട് തണലത്ത് വെക്കും. എന്നിട്ട് പിടിച്ച് ഈ ചകിരിയുമ്പോൾ നമുക്ക് വേര് പിടിച്ചു തുടങ്ങില്ലേ, അപ്പൊ വെയിലത്തേക്ക് മാറ്റാം. എന്നാലും ഭയങ്കര വെയില് പാടില്ല. വെയിൽ വളർന്ന് വെള്ളം നിറം വരും ഇലകൾക്ക്. വെയിൽ കൂടുമ്പോ അതിന്റെ അർത്ഥം വെയിൽ കൂടുതലാണ് അല്ലേ? വെള്ള നിറം ഇലക്ക് വരാണെങ്കിൽ. ശരി. അല്ല നനയ്ക്കണം. 2 നേരം നനയ്ക്കും. അപ്പൊ അങ്ങനെ അപ്പൊ അത് മാറ്റണത് കണ്ടില്ലേ? പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ പറമ്പ് കുറച്ചങ്ങോട്ട് വരെ ഉണ്ട് കേട്ടോ. പറമ്പ് ഇത് ഇങ്ങനെ നീളത്തിലുള്ള പറമ്പാ. കുറച്ച് ഫ്രൂട്ട്സ് അങ്ങനത്തെ ഫലവൃക്ഷങ്ങളൊക്കെ ഉണ്ട്. പ്ലാവ്, ജാതി, പിന്നെ ആത്തച്ചക്ക, സപ്പോട്ട. ഇത് മഫോട്ട എന്ന് പറയുന്ന ഒരു തരം ചെടിയാട്ടോ. നമ്മൾ സപ്പോട്ട കണ്ടിട്ടില്ലേ? അതുപോലത്തെ മഫോട്ട. അതിന്റെ ഫ്രൂട്ട് നോക്കിയേ കണക്കുണ്ടായിട്ട്. ഇത് പക്ഷെ ഡയറക്റ്റ് ആയിട്ട് കഴിക്കാൻ പറ്റില്ലല്ലോ. ഇല്ല, അത് അരിഞ്ഞുണക്കിയിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് കുടിക്കണം. എന്തെങ്കിലും അസുഖത്തിനുള്ള കുറെ അസുഖങ്ങൾക്ക് ബ്ലഡ് ഉണ്ടാവാനായിട്ട് ഷുഗർ. മഫോട്ട ഞാൻ ആദ്യമായിട്ടാ കേൾക്കണതും കാണുന്നതും. എവിടെ? ജാതിക്കയുടെ പൊളിക്കാൻ പറ്റില്ല. ഞാനൊരു തൊടുമ്പഴിക്കും പൊളിയുന്നു. അതല്ലാണ് പഴുത്തുണ്ടാവും. എന്റെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാ. അതിങ്ങനെ കമ്മൽ പോലെ പൂവുണ്ടാവും താഴെ. കമ്മൽ ചെടി.
അപ്പൊ നമ്മൾ ചെടികളൊക്കെ കണ്ടില്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഈ ഓർക്കിഡിന്റെ തൈകള് അതുപോലെ പലതരം ചെടികൾ കണ്ടല്ലോ. എനിക്ക് ഇതിന്റെ പേര് ഓർമ്മയില്ല കേട്ടോ. ഈ ഓർക്കിഡ് തന്നെ കുറെ വെറൈറ്റികളുണ്ട്. അപ്പോൾ ഇത് ആവശ്യമുള്ളവർക്ക് ഇവിടെ വരാം. സ്ഥലം ഗോകുലം ഓർക്കിഡ് കാണാം. അതെ, വീട് കാണാം. അപ്പൊ ഇതിന്റെ വളപ്രയോഗങ്ങളൊക്കെ ആന്റി ഇതേ കടലാസിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഇതിന്റെ വളം എല്ലാം വെള്ളത്തിൽ കൂടിയാണ് കൊടുക്കുക. ഒരു ചില വളങ്ങൾ കുറച്ച് കൂടുതൽ ചേർത്താം, ഐറ്റം അനുസരിച്ച്. ചില വളങ്ങൾ പോരാ, ഒരു ടീസ്പൂൺ എടുക്കുകയാണെങ്കിൽ 2 ലിറ്റർ വെള്ളം. കോമൺ ആയിട്ട് എല്ലാതും അങ്ങനെയാ വരിക. രാസവളങ്ങള് അത് ഫാക്ടം ഫോസ്, പൊട്ടാഷ് 18 ഗ്രീൻ കെയർ, മഞ്ഞയും പച്ചയും. പച്ച കൊടുക്കുന്നത് വളരാനായിട്ട്. പിന്നെ മിറാക്കിൾ 20, ഇത് രണ്ടിനും പൂടാനും രണ്ടിനും കൂടി. അത് രാസവളം. പിന്നെ മണ്ണിര കമ്പോസ്റ്റിന്റെ വാഷ്, എല്ലുപൊടിയും കടലപ്പിണ്ണാക്കും വേപ്പിൻ പിണ്ണാക്കും അല്പം ശർക്കര എന്തിനാണെന്ന് വെച്ചാൽ പൊട്ട മണമില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. കൂടിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ട് 4 ദിവസം കഴിയുമ്പോൾ അത് ഡൈല്യൂട്ട് ചെയ്ത് കൂടുതൽ വെള്ളം ചേർത്ത് നമ്മളിപ്പോ ഒരു ഇത്രയൊക്കെ കാണും. അത് പോലെ ഇത്രയ്ക്ക് ഓരോന്നും ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 1 ലിറ്റർ വെള്ളത്തിൽ ഇട്ടിക്കുക. ഇത്രയ്ക്കല്ലോ ശർക്കര ഒരച്ച് മതിയായിരിക്കും. ആ വലിയ ചിലപ്പോഴത്തെ ആ ഒരച്ച് മതിയായിരിക്കും. അതിട്ട് 1 ലിറ്റർ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കതൊരു 15 ലിറ്റർ വെള്ളത്തിൽ പിറ്റേ 4 ദിവസം കഴിഞ്ഞ് ചേർത്താം. എന്നിട്ട് സ്പ്രേ ചെയ്യാം. ഒക്കെ സ്പ്രേ ആണ്, വെള്ളത്തിൽ കൂടിയാണ് എല്ലാതും. പിന്നെ മീനും ശർക്കരയും കൂടി കെട്ടി വെച്ചത്. മീനെന്ന് വെച്ചാൽ ചാളയും ശർക്കരയും കൂടി കെട്ടി വെച്ചത്. അയ്യോ, എന്തൊട്ടൊരു പേര് പറയല്ലോ, അമൃതാണ് അങ്ങനെ എന്തോ പറയില്ലേ? അല്ല, വയൽ വരുന്നില്ല. പഞ്ചാമൃതം, അമിനോ ആസിഡ്. അതിന്റെ പേര് അമിനോ ആസിഡ്. ശർക്കരയും ചാളയും 40 ദിവസം കഴിഞ്ഞിട്ട് അത് എടുത്തു തുടങ്ങാം. അത് 1 ടീസ്പൂൺ എടുത്താൽ 1 ലിറ്റർ വെള്ളം. അത്ര സ്ട്രോങ്ങാ. പിന്നെ മരുന്ന് വേരുകേടിന് 15 ദിവസം കൂടുമ്പോ വളങ്ങൾ ചെയ്താലും കേടുകൾ വരും. അപ്പൊ അത് 15 ദിവസം കൂടുമ്പോ ആന്റി പറഞ്ഞു ആദ്യമേ. അത് പറഞ്ഞിട്ടുണ്ടല്ലോ. ഒന്നുകൂടി പറഞ്ഞോ? കുഴപ്പമില്ല. അവിടെ കളയാലോ, എവിടെയെങ്കിലും കളയാലോ അല്ലേ. സ്യൂഡാമോണോസ് 15 ദിവസം കൂടുമ്പോ കലക്കി വെച്ചിട്ട് തെളി അതിനൊരു അടി കൂറുമല്ലോ. അടി ഞങ്ങള് മറ്റേ നാടൻ ചെടികൾക്ക് ഇട്ടെടുക്കും. പിന്നെ മുട്ടുകേടിനുള്ളത് വളത്തിൽ മൂത്രം കൊടുക്കാട്ടോ. മനുഷ്യന്റെ മൂത്രം കൊടുക്കാം, പശുവിന്റെ മൂത്രവും കൊടുക്കാം. 5 ഇരട്ടി വെള്ളം ചേർത്തിട്ട്. മുട്ടുകേടിനുള്ളതും 15 ദിവസം കൂടുമ്പോ. ഇതിനോട് അത്ര ഇഷ്ടമുള്ളവർക്ക് തന്നെയാണ് ചെയ്യാതിരിക്കുള്ളൂ. പരിചയമാകുമ്പോൾ ഒരു പണിയില്ല. അതിനു മുമ്പ് ഇപ്പൊ തോന്നും വളം പറഞ്ഞത് 1.5 കൊടുക്കണുള്ളൂ. ഒരെണ്ണം ചെല്ലുമ്പോഴേക്കും വട്ടയ്ക്ക് കഴിയുമ്പോ മറ്റു തുടങ്ങണം. അത്രേ ഉള്ളൂ. ഇതെല്ലാതും കൊടുക്കണമെന്ന് നിർബന്ധമില്ല. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ പൂ നല്ല സ്ട്രോങ് ആയിട്ട് നല്ല ഭംഗിയിൽ നിൽക്കും. അതന്നെ, നല്ല വലിപ്പത്തിൽ വരും ചെയ്യും. എല്ലാതും ചിലപ്പോ ഇവിടെ വളം ഉണ്ടാവില്ല. അപ്പൊ ഞങ്ങൾ കൊടുക്കില്ല. അങ്ങനെയൊക്കെയാണ്. ഇത്രയും സാധനങ്ങൾ കൊടുക്കണുണ്ടെന്ന് പറഞ്ഞതാ. നിങ്ങൾ വന്നു കഴിഞ്ഞാൽ തങ്കം ആന്റി. അയ്യോ, ആന്റിയുടെ പേര് പറഞ്ഞില്ലേ? തങ്കം എന്നാണ് ആന്റിയുടെ പേര്. തങ്കം പോലുള്ളൊരമ്മ. അപ്പോ ഇങ്ങോട്ട് വരാം. അപ്പോൾ നമ്മൾ ഇതിൽ ഫോൺ നമ്പർ തരാം. ഫോൺ നമ്പറിൽ വിളിച്ച് ചോദിച്ചിട്ട് മാത്രം വന്നാൽ മതി. ഇന്ന് ഇവിടെ ഉണ്ടോ, നിങ്ങൾക്ക് ആവശ്യമുള്ള ചെടി ഇവിടെ ഉണ്ടോ, ഏതാ എല്ലാ കാര്യങ്ങളും അല്ലേ? അതെ, ഇവരിവിടെ ഉണ്ടോ എന്ന് അറിയണമല്ലോ. അപ്പൊ അതൊക്കെ അറിഞ്ഞിട്ട് വിളിച്ച് ചോദിച്ചിട്ട് വരാം കേട്ടോ. അപ്പൊ നമ്പർ നമ്മൾ തരാം. ഞങ്ങൾ ഇനി ഇവിടുന്ന് ഇറങ്ങാണ്. ഇവർക്കാണെങ്കിൽ ഒരു കല്യാണം, ഹൗസ് വാമിങ്, അങ്ങനെ 2-3 ഫംഗ്ഷനുകൾ ഉണ്ട്. അതിന് ഇവർ പോവാൻ നിൽക്കുകയാണ്. അപ്പോൾ